നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ അപകടത്തിൽപ്പെട്ടു. ലോറിയിലും വീടിന്റെ മതിലിലും ഇടിച്ചു. അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ 11:30 ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപം. നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം. 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് മേക്കടമ്പ സ്വദേശികൾക്ക്. രക്ഷാപ്രവർത്തനം നടത്തി മൂവാറ്റുപുഴ ഫയർഫോഴ്സ്. മൂവാറ്റുപുഴ നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണം. 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റ 3 പേരും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പെരിങ്ങട മേഖലാ സമ്മേളനം സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം നടന്നത് ശാഖാ മന്ദിരത്തിൽ. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ SR അധ്യക്ഷത വഹിച്ചു. മഴ ശക്തമായതോടെ പൈനാപ്പിളുകൾക്ക് കുമിൾ രോഗം. വളർച്ചെത്തും മുൻപ് നശിക്കുന്നു. കർഷകർ ദുരിതത്തിൽ. മുണ്ടക്കെ ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട സഹപ്രവർത്തകർക്ക് വീടൊരുക്കി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള. 6 സഹപ്രവർത്തകർക്കാണ് വീടൊരുക്കി നൽകിയത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം. പ്രതിഭകളെ ആദരിച്ച് മൂവാറ്റുപുഴ ഹൗസിംഗ് സഹകരണ സംഘം. വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളെയാണ് ആദരിച്ചത്. മുൻ MLA എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലും വീടിന്റെ മതിലിലും ഇടിച്ച് അപകടം. തിങ്കളാഴ്ച രാവിലെ 11:30 ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലും വീടിന്റെ മതിലിലും ഇടിച്ച് അപകടം. തിങ്കളാഴ്ച രാവിലെ 11:30 ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാർ തൊടുപുഴ ഭാഗത്തേക്ക് ചരക്കെടുക്കാൻ പോവുകയായിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന വാഹനത്തെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലോറിയുടെ മുൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ലോറിയിൽ ഇടിച്ച നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ വീടിന്റെ മതിലും ഇടിച്ചു തകർത്താണ് നിന്നത്. കാർ ഇടിച്ചതിനെ തുടർന്ന് നിരപ്പേൽ പ്രദീപിന്റെ വീടിനും മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ പ്രധാനമായും ആനിക്കാട് ക്ഷേത്രത്തിന് സമീപം അപകട മേഖലയാണ്. റോഡിൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ കനാലിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വാളകം മനക്കപ്പീടിക്കൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. അപകടത്തിൽ മേക്കടമ്പ സ്വദേശികളായ മറ്റത്തിൽ സുകുമാരൻ, പൂച്ചക്കുഴി വടക്കേക്കര ബിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടർ ചെളിയിലകപ്പെട്ട് കനാലിലേക്ക് തെന്നിമറിയുകയായിരുന്നു. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി ഇരുവരെയും കരക്കെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മൂവാറ്റുപുഴ നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. മൂവാറ്റുപുഴ കബനി ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസ്, തൃക്കളത്തൂര് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി റാഫി മുഹമ്മദ്, മാറാടി സ്വദേശിനി ഇടമനപ്പെട്ടമലിൽ ജിൻസി എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ KSRTC ജംഗ്ഷന് സമീപത്തു നിന്ന് ജോസിനെയും റാഫിയെയും ആക്രമിച്ച തെരുവുനായ പിന്നീട് മാറാടി ഭാഗത്തേക്ക് പോവുകയും ജിൻസിയെ ആക്രമിക്കുകയുമായിരുന്നു. തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കുത്തിവയ്പ്പെടുത്ത ശേഷം 3 പേരും ആശുപത്രി വിട്ടു. നഗരത്തിൽ തെരുവുനായയുടെ ശല്യം വർദ്ധിച്ചു വരികയാണെന്ന് പരാതി ഉയരുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പെരിങ്ങട മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ആലോചനാ യോഗം നടത്തി. ശാഖാ മന്ദിരത്തിൽ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ SR അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മേഖലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി ബോർഡ് മെമ്പർ CA രവി രക്ഷാധികാരിയായി, പ്രജേഷ് TP ചെയർമാനായും, മണികണ്ഠൻ TK ജനറൽ കൺവീനറായും, ജിഷാജൻ ഫിനാൻസ് കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. കാലവർഷം കനത്ത മഴ ശക്തമായതോടെ പൈനാപ്പിളിന് കുമിൾ രോഗം പടരുന്നു. നേരത്തെ മഴ എത്തിയതും തുടർച്ചയായി പെയ്യുന്നതുമാണ് രോഗത്തിന് കാരണം. പൈനാപ്പിൾ ചെടിയും ഫലവും അഴുകി നശിക്കുന്നതാണ് കുമിൾ രോഗം. രോഗത്തിന് മരുന്നുണ്ടെങ്കിലും തുടർച്ചയായി മഴ പെയ്യുന്നത് മൂലം ഇത് പ്രയോഗിക്കാൻ കഴിയാതെ വരുന്നതിനാൽ രോഗബാധ വ്യാപകമാകുകയാണ്. നേരത്തെ മഴ എത്തിയത് മൂലം മഴക്കാലത്തിന് മുൻപേ ചെയ്യേണ്ട മുന്നൊരുക്കം വൈകിയതും രോഗം പടരാൻ കാരണമായി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി മുണ്ടക്കെ ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 6 സഹപ്രവർത്തകർക്ക് വീടൊരുക്കി നൽകി. വീട് നഷ്ടപ്പെട്ട 6 സഹപ്രവർത്തകർക്കാണ് വീടൊരുക്കി നൽകിയത്. സംസ്ഥാനത്തെ തങ്ങളുടെ എല്ലാ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 6 സഹപ്രവർത്തകർക്ക് 30 സെന്റ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകിയത്. കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ഹൗസിംഗ് സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ +2-നും SSLCക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു.
പ്രതിഭാ സംഗമം മുൻ MLA എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KN നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബോർഡ് അംഗങ്ങളായ UR ബാബു, ജോളി പൊട്ടക്കൽ, മിനി ബൈജു, സീന ബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.